ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമ്പയ്ക്ക പെരട്ട് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഈ കൂട്ടെല്ലാം ജാമ്പയ്ക്കയിൽ പെരണ്ട് വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. ജാമ്പയ്ക്കയുടെ ടേസ്റ്റിനെ കുറിച്ച് വർണ്ണിച്ച് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇടുക. ഈ കടുക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. കടുക് ഇട്ടതിന് ശേഷം ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി മൂത്ത് വരുന്നത് അറിയുന്നത് ഈ കടുക് മൂത്ത് വരുന്ന സമയത്ത് നന്നായി പൊട്ടുന്നുണ്ട്. ഈ പൊട്ടുന്ന പരുവത്തിന് നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ആ മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത ഉലുവപ്പൊടി, ഞാൻ വറുത്ത് ഉലുവ പൊടിച്ച് വെച്ചേക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കടുക് ഇടുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. വറുത്ത ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് ആ ഉലുവപ്പൊടിയും ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇടുക. കായപ്പൊടിയും നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇടുക. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കറി ലീഫ് ഇടുക. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു 6 കഷ്ണം ഡേറ്റ്സ് എടുത്ത് വെച്ചിരുന്നു, ഈത്തപ്പഴം. അത് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി മൂത്ത് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ, മൂപ്പിച്ച് വെച്ചിരുന്ന പൊടി, അതിന് നമ്മൾ കടുകൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചേക്കില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇടുക. ഇതിലേക്കിട്ടതിന് ശേഷം നന്നായി ഒന്ന് വറക്കുക. വറുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കനായതുകൊണ്ട് നന്നായി മൊരിഞ്ഞു വരണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. വറുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വിനീഗർ ചേർക്കുക. വിനീഗർ ചേർത്തൊന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. ഡ്രൈ ആവുന്ന സമയത്ത് ഈ ജാമ്പയ്ക്ക പെരട്ട് അച്ചാറുണ്ടില്ലേ, അതിനാവശ്യമായ ഉപ്പൂടെ ഇപ്പം തന്നെ ചേർക്കാം. ചേർത്ത് ആ കൂട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം 2ആയിട്ട് അരിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക ഇതിലേക്ക് ഇടാം. ജാമ്പയ്ക്ക കംപ്ലീറ്റ് ഇതിലേക്കിട്ട് ഈ കൂട്ടുമായി മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കംപ്ലീറ്റ് കൂട്ടും ഈ ജാമ്പയ്ക്കയിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് മിക്സായി വരുന്ന രീതിയിൽ ഇളക്കുക. അപ്പോൾ ഈ ജാമ്പയ്ക്ക പെരട്ട് അച്ചാർ ഇങ്ങനെ ഡ്രൈ ആയിട്ടേ ഇരിക്കുകയുള്ളൂ. ഇത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ജാമ്പയ്ക്കയുടെ ജ്യൂസ്, ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ്, ആ ഉപ്പും ഈ കൂട്ടെല്ലാം ജാമ്പയ്ക്കയിൽ പിടിച്ച് സെറ്റ് ടേസ്റ്റാണ്. ജാമ്പയ്ക്ക നന്നായി വേവിക്കരുത്, ചെറുതീയിലിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെന്ത് കഴിഞ്ഞ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ കരകരാന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാവൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.